നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്ക ഇസ്രയേൽ സഖ്യവും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ അതിനിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇറാന്റെ വിശ്വസ്തരായ രണ്ട് ഭീകര ഗ്രൂപ്പുകളുടെ നിശബ്ദത അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്നു. ഇറാഖിലെ PMF-ഉം ലെബനനിലെ ഹിസ്ബുള്ളയും സജീവമായി പോരാട്ട രംഗത്തുണ്ട് എങ്കിലും ഹമാസും ഹൂതികളും നിലവിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇറാന്റെ നിഴൽയുദ്ധ തന്ത്രങ്ങളിൽ എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാകാറുള്ള ഈ ഗ്രൂപ്പുകളുടെ നിലവിലെ നിലപാടിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയവും തന്ത്രപരവുമായ കാരണമുണ്ട് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒക്ടോബറിൽ ഇസ്രായേലിനെതിരെ യുദ്ധം തുടങ്ങിയ ഹമാസ് ഇപ്പോൾ നിശബ്ദത പാലിക്കുന്നതിന് പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇസ്രായേലിന്റെ ശക്തമായ തിരിച്ചടിയിൽ ഹമാസിന്റെ സൈനിക ശേഷി ഗണ്യമായി തകർക്കപ്പെട്ടു. രണ്ടാമത്തെയും പ്രധാനപ്പെട്ടതുമായ കാരണം ഖത്തറുമായുള്ള അവരുടെ ബന്ധമാണ്. ഹമാസിന്റെ പല മുതിർന്ന നേതാക്കളും ഖത്തറിലാണ് കഴിയുന്നത്. കൂടാതെ ഗാസയിലെ ഭരണത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നതും ഖത്തറാണ്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടത് തങ്ങളെ സംരക്ഷിക്കുന്ന ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന് കരുതപ്പെടുന്നു. ഒരു സുന്നി ഗ്രൂപ്പായിരുന്നിട്ടും ഹമാസിന് ഇറാൻ നൽകിപ്പോന്ന പിന്തുണ പലപ്പോഴും ലോക മുസ്ലിങ്ങൾക്കിടയിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചിരുന്നു. യമനിലെ ഹൂതി വിമതർ തുടക്കത്തിൽ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ പുലർത്തുന്ന നിശബ്ദതയ്ക്ക് പിന്നിൽ ഇറാന്റെ തന്ത്രപരമായ ക്ഷമ ആണെന്ന് വിദഗ്ധർ കരുതുന്നു. ഇറാൻ തങ്ങളുടെ എല്ലാ കരുക്കളും ഒരേ സമയം പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിലവിൽ ഇറാഖിലെയും ലെബനനിലെയും ഗ്രൂപ്പുകൾ വഴി അമേരിക്കയും ഇസ്രയേലിനെയും നേരിടാൻ ഇറാന് സാധിക്കുന്നുണ്ട്. ഭാവിയിൽ യുദ്ധം കൂടുതൽ കടുക്കുകയാണെങ്കിൽ മാത്രം ഹൂതികളെ രംഗത്തിറക്കാനായിരിക്കും ഇറാന്റെ നീക്കം. കൂടാതെ കഴിഞ്ഞ വർഷം അമേരിക്കയുമായും സൗദി അറേബ്യയുമായി ഹൂതികൾ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ ലംഘിക്കാൻ അവർ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാഖിലെ PMF ഗ്രൂപ്പുകൾ ബാഗ്ദാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ഡ്രോൺ നിരീക്ഷണം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് അമേരിക്കയ്ക്ക് വലിയ മുന്നറിയിപ്പാണ്. ലെബനനിൽ ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ രണ്ടാം മുന്നണി തുറന്നിട്ടുണ്ട് എങ്കിലും ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണങ്ങളിൽ അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഭാഗിക ഉപരോധം ആഗോള എണ്ണ വിപണിയെ ഇതിനോടകം തന്നെ ബാധിച്ചു കഴിഞ്ഞു. ഹൂതികളുടെ പക്കൽ ആയുധശേഖരം കുറവാണ് എന്നതും യമനിലെ ആഭ്യന്തര പ്രശ്നങ്ങളും അവർ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമായേക്കാം. എന്നാൽ ഇറാന്റെ കൃത്യമായ നിർദ്ദേശം ലഭിച്ചാൽ ഈ ഗ്രൂപ്പുകൾ ഏത് നിമിഷവും യുദ്ധത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.